ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിമാരുടെ മൊഴിയെടുത്തു. സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ അനുമതി നൽകിയത് ഉദ്യോഗസ്ഥർ പറഞ്ഞ പ്രകാരം എന്ന് തന്ത്രിമാർ. ദൈവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണ് തന്ത്രിയുടെ ചുമതലയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നുവെന്നും തന്ത്രിമാർ SITക്ക് മൊഴി നൽകി. അനന്തകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അനന്തൻ, ഗുഡ് മോർണിംഗ്. തന്ത്രിമാരുടെ മൊഴിയെടുത്തതിന് ശേഷം ലഭ്യമായ വിവരങ്ങളാണിത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നു, ദൈവഹിതം നോക്കി മാത്രം അനുമതി നൽകിയെന്നാണല്ലോ ഇവർ പറയുന്നത്. മറ്റെന്തൊക്കെയാണ് മൊഴിയിലുള്ളത്? ഗുഡ് മോർണിംഗ് മോത്തി. ശബരിമല സ്വർണ്ണക്കള്ള കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മൊഴിയെടുപ്പാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഈ കേസിൽ ശബരിമല തന്ത്രി കുടുംബത്തിലെ പ്രധാനികളായ കണ്ഠരര് രാജീവരരും കണ്ഠരര് മോഹനരും ഈ രണ്ടുപേരുടെ മൊഴിയുമാണ് എടുത്തത്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി എടുക്കുമ്പോൾ ഈ തന്ത്രി കുടുംബത്തിന്റെ പരിചയം മുതലാക്കിയാണ് താൻ എല്ലാവരുമായിട്ടും സൗഹൃദം സ്ഥാപിച്ചതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ ഈ ശബരിമല സന്നിധാനത്തെ ഉരുപ്പടികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് തന്ത്രിമാർ അനുമതി നൽകിയിരുന്നു എന്നുള്ള മൊഴിയും ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ആ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് രണ്ട് തന്ത്രിമാരെയും SIT ഓഫീസിൽ വിളിച്ചു വരുത്തി മൊഴി എടുത്തത്. ഈ മൊഴിയിൽ രണ്ടുപേരും നൽകിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നു എന്നാണ്. കാരണം 2008 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കീഴ്ശാന്തിയായി ശബരിമല സന്നിധാനത്തുണ്ട്. അതുകൊണ്ട് തന്നെ പോറ്റിയെ അറിയാമായിരുന്നു. ഒപ്പം ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാനുള്ള അനുജ്ഞ നൽകിയത് അത് ഉദ്യോഗസ്ഥർ കൂടി പറഞ്ഞിട്ടാണ്. കാരണം അത് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ട്, അതുകൊണ്ട് തന്നെ പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ അനുമതി നൽകിയത് എന്നാണ് മൊഴി നൽകിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും തന്ത്രിമാരുടെ മൊഴി ഇതിനകത്ത് സുപ്രധാനമാണ്. കാരണം പത്മകുമാറിനെ ഇന്ന് കസ്റ്റഡിയിൽ ചോദിച്ചിട്ടുണ്ട്. പത്മകുമാറിന്റെ കസ്റ്റഡി ലഭിക്കുന്നതിന് മുൻപ് തന്നെ തന്ത്രിമാരുടെ മൊഴി രേഖപ്പെടുത്തിയതും നിർണായകമാണ്. കാരണം ഈ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുക. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ അത് പത്മകുമാറിനെ കുരുക്കാവുകയും ചെയ്യും. ശരി അനന്തൻ, കുറച്ച് ദിവസം മുൻപ് തന്ത്രി സംസാരിച്ചു. ആ പ്രതികരണം കൂടി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. അതിന് അനുമതി ചോദിക്കുമല്ലോ, സ്വാഭാവികമായിട്ട് ചോദിച്ചിരുന്നു. റിട്ടേണായിട്ട് തന്നായിരുന്നു. അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് മറുപടി കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആദ്യം അത് ഫെയ്ഡ് ചെയ്തു പോയി, അടിഭാഗം മാത്രം. അതൊന്ന് നവീകരിക്കണം എന്ന് പറഞ്ഞു വന്നു. അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. നവീകരിക്കാവുന്നതാണ്. അനുജ്ഞാകലശവും നടത്തിയിട്ടുണ്ട്. സ്വർണം പൊതിഞ്ഞ കവചങ്ങളായിരുന്നു ദ്വാരപാലകർ. അല്ല, വെറും ചെമ്പ് ഒരിടത്ത് വെക്കാറില്ലല്ലോ. ഉണ്ണികൃഷ്ണൻ എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാണ്. അവിടെ ഇങ്ങനെയുള്ള ആളാണെന്നൊന്നും അറിയില്ല. ശബരിമല കീശാന്തിയുടെ കൂടെ 5-8 വർഷം നിന്നിട്ടുള്ള ആളാണ്. ആ ഒരു പരിചയമായിട്ട് എല്ലാ മാസവും അവിടെ വരാറുണ്ട്, തൊഴാറുണ്ട്. അങ്ങനെ വന്നപ്പോൾ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അനന്തൻ തുടരുന്നുണ്ട്. അനന്തൻ, നേരത്തെ അറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നു. 5-8 വർഷം അവിടെ നിന്നിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നും പറയുന്നു. എത്രയോ കാലമായി ഈ തട്ടിപ്പുകൾക്ക് നേതൃത്വം നൽകുകയായിരുന്നു. എന്നിട്ടും ഇവരൊന്നും അറിയാതെയാണ് ഈ കാര്യങ്ങൾ എന്നത് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നു. മോദി, ഇപ്പോൾ കണ്ഠരര് രാജീവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം, ആ പ്രതികരണം ആണ് ഏകദേശം മൊഴിയായിട്ട് നൽകിയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു നിലപാടാണ് മൊഴിയെടുപ്പിലും തുടർന്നതെന്നാണ്. ഇനി ആ മൊഴി പൂർണ്ണമായും ഉദ്യോഗസ്ഥർ വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല. അത് പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ കൂടി കഴിയുമ്പോൾ വ്യക്തമാകും. കാരണം പത്മകുമാറിന്റെ മൊഴി ഒരു പക്ഷേ അതിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട തെളിവുകൾ മറ്റോ ലഭിക്കുകയാണെങ്കിൽ അതിന് കൂടി തന്ത്രിമാർ മറുപടി പറയേണ്ടി വരും. പക്ഷേ ഒരു കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉന്നത ആൾക്കാരുമായി, അതായത് സമ്പന്നരുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിച്ചത് തന്ത്രിമാരുടെ പരിചയം മറയാക്കിയാണ് എന്ന് നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ആ വാർത്ത നമ്മൾ മാതൃഭൂമി ന്യൂസ് നേരത്തെ നൽകിയതുമാണ്. അപ്പോൾ ഇതൊരു വെറും പരിചയം മാത്രമായിരുന്നു. അതല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ തന്ത്രിമാരെയൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കൊണ്ടുപോയി പൂജകളൊക്കെ നടത്താൻ വേണ്ടിയുള്ള പ്രേരണ നൽകിയിരുന്നു എന്നൊക്കെയുള്ള കാര്യം, അത് സംബന്ധിച്ച് എന്താണ് മൊഴിയിൽ പറയുന്നത് എന്നുള്ള കാര്യം വ്യക്തമല്ല. ഏതായാലും അത് സംബന്ധിച്ചുള്ള സൂചനകളും തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗോവർദ്ധൻ അടക്കമുള്ള ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയുടെ ഷോപ്പിലടക്കം തന്ത്രി കുടുംബത്തിൽ നിന്നുള്ള പുരോഹിതർ പോയി പൂജകൾ നടത്തിയിട്ടുണ്ട്. അത് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അത് കൂടാതെ ശ്രീരാംപുര ക്ഷേത്രവുമായും ഒപ്പം തന്നെ ആന്ധ്രയിലെ ജലഹള്ളി ക്ഷേത്രവുമായിട്ടുമൊക്കെ തന്ത്രി കുടുംബത്തിന് ബന്ധമുണ്ട് എന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വെറും പരിചയത്തിന്റെ പുറത്താണോ അതോ അയ്യപ്പ ഭക്തന്മാരുടെ നിർബന്ധത്തിന് അല്ലെങ്കിൽ ക്ഷണപ്രകാരമാണോ തന്ത്രിമാരൊക്കെ അവിടെ പോയി പൂജകൾ നടത്തിയത് എന്നുള്ള കാര്യം ഇനി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുമ്പോൾ വ്യക്തമാകും. ഏതായാലും തന്ത്രിമാരുടെ മൊഴിയിൽ വെറും പരിചയം അല്ലെങ്കിൽ ശബരിമലയിൽ വന്ന് കണ്ടുള്ള പരിചയം
എന്ന് മാത്രമാണ് ഉള്ളത്. അതിനൊപ്പം തന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഈ സ്വർണം പൊതിഞ്ഞ പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുജ്ഞ നൽകിയതുമെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും ഇനി ഈ തെളിവുകൾ ഒക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ ഇനി വരും ദിവസങ്ങളിൽ അത് നിർണായകമാകും. അത് ആരെയൊക്കെയാണ് ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യത്തിൽ അപ്പോൾ അറിയാം.